ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി ഞങ്ങൾ എന്താ ഗൈസ് ഇവിടുത്തെ ഓണപ്പൂവ് ഇതാണ് ഗൈസ്. ഹാപ്പി ഓണം. ഞാൻ ഇങ്ങനെ ഹാപ്പി ഓണം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പം ഞങ്ങൾ തിരുവോണ ആഘോഷത്തിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനും കിച്ചുമോളും പോവുകയാണ് കേട്ടോ, യാത്രയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓണമൊന്നും അങ്ങനെ ഇല്ല, നമ്മളിപ്പോൾ വാടകയ്ക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഓണാഘോഷമൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഉത്രാടത്തിൻ്റെ തലേദിവസം അമ്മമ്മ വീട്ടിൽ നിന്ന് മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു, വലിയ മാമ വിളിച്ചിട്ടുണ്ടായിരുന്നു തിരുവോണത്തിന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ തത്ത ഉണ്ടായിരുന്നില്ല. തത്ത നേരത്തെ അവളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അങ്ങോട്ടും പോയി, ഞാനും കിച്ചുമ്പോഴും ഇങ്ങനെയും പോന്നു കേട്ടോ. തിരുവോണം അങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഗ്യാസും ഒന്നും അങ്ങനെ എല്ലാ ഐറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഉപ്പുമാവും ചായയും കടിയൊക്കെ ഉണ്ടാക്കി പിന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് അമ്മമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ടും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. 10:30 ആയപ്പോൾ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചെന്നതും ചോറിനണയൊക്കെയാണ് വേഗം ചെന്ന് വീണിട്ടുള്ളത് കേട്ടോ. കാരണം ഞങ്ങൾ ചെന്നപ്പോൾ മാമ രണ്ടാളും ചോറുണ്ണാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളവിടെ ഇരിക്കുകയും ചെയ്തു. പിന്നെ പോണ വഴി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് കാളിയാവ് വരെ റോഡ് വളരെ മോശമാണ്, റോഡ് പണിയൊക്കെ നടക്കണോണ്ട്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കരുവാരുണ്ട്, അങ്ങനെ ആ ഭാഗം മേലാറ്റൂര് നല്ല റോഡാണ് കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് എത്തും. പക്ഷേ ഈ റോഡ് കുറച്ച് സ്ഥലത്തും റോഡ് പണി നടക്കണോണ്ട് കുറച്ചൊന്ന് ലേറ്റായി. എത്ര വില്ലന്മാരെ ശ്രീമോള് തടിയുടെ പടത്ത് തോന്നിക്ക്. ശ്രീമോള് തടിയുടെ പടത്ത് തോന്നി. അപ്പം ഞാൻ ചോറിനാണ്. കയ്യിടില്ല. നല്ല തിരുവോണം നിങ്ങളെങ്ങനെ പോണ വണ്ടിയിലോ? നിങ്ങളെങ്ങനെ അതെ കഞ്ഞിക്ക് എന്തെങ്കിലും ചോദിക്കാം. പപ്പടം പച്ചടിയോ അല്ല ഓലോ നിങ്ങളൊക്കെ ചോറിനോ? ചോറിനോ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? ഞാൻ ഫസ്റ്റ് വന്ന് ചോറിക്ക് വീണില്ലേ? അപ്പൊ ഞാൻ വന്നതും ചോറിക്ക് വീണില്ലേ അറിയാം. കുട്ടി പട്ടാളങ്ങളാണ് ഗൈസ്. ഹായ് പറയൂ, രണ്ടാള് ഹായ് പറഞ്ഞ.
ഹായ് പറഞ്ഞ അങ്ങനെ കണ്ണ ഹായ് പറ. എന്താ പേര്? സദ്യ കഴിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു ചോറ്? സൂപ്പറാ? പായസോ? സൂപ്പറാ? കുടിച്ചിട്ടില്ലേ? അതെന്താ? കുടിച്ചോ? എങ്ങനെ ഉണ്ടായിരുന്നു പായസം? നല്ല ഇഷ്ടമുണ്ടോ? എന്ത് പായസമായിരുന്നു? ചോറ് മാത്രം രസം എന്ത് രസം ഉണ്ടായിരുന്നോ? ഇല്ലേ, രസമല്ല ഗൈസ്, ചോറ് നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ പായസം സൂപ്പർ ആയിരുന്നു അല്ലേ? അപ്പം ബായ് പറയൂ. ബാ ഗൈസ്, ഇവിടുത്തെ ഓണപ്പൂവ് ഇതാണ് ഗൈസ്. ഹാപ്പി ഓണം. ഞാൻ ഇങ്ങനെ ഹാപ്പി ഓണം. പാൽപ്പൊടിയുടെ മധുരവും കുട്ടിപ്പട്ടാളം. ഒരു കുട്ടിപ്പട്ടാളം എന്താ അവിടെ? എന്താ തിന്നണത്? ലൈഷാണോ തിന്നണത്? ലൈഷാണോ ഇഷ്ടം? എന്താണ് ഇഷ്ടം? ലൈഷ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോസിൻ്റെ താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, ഇതെന്താ വീട് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ട് വാടകയ്ക്കാണോ എന്ന്. അത് എനിക്ക് തോന്നുന്നു ആ പുല്ല് കണ്ടിട്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം അല്ലേ. അപ്പം ഞങ്ങൾ ഒരു തവണ ഒരാളെ വിളിച്ച് അങ്ങനെ പുല്ലൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വീണ്ടും ഉണ്ടായതാണ്. അപ്പോൾ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. വീണ്ടും മൊത്തം ചുറ്റുഭാഗമുണ്ട്. നമ്മൾ നടക്കുന്ന കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പുല്ലില്ലാത്തത്. അപ്പോൾ പറിച്ചാലും പോവാത്തൊരു പുല്ല് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ ഞാനിതിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് അറിയാം, ചിലപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ ഈ ചുമരിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കമൻറ്റ് ഇടുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നത്, കുട്ടികളുള്ള വീടാണ്. ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ കലാവിരുദ്ധാണ് കേട്ടോ ഈ ചുമരമേ കാണുന്നത്. കരി വെച്ചിട്ടും പെൻസിൽ വെച്ചിട്ടും ഒക്കെ വരച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ പറയുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴൊന്നും ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ വലുതായി വരുന്നതോറും അവരെ കളിയും വികൃതിയൊക്കെ കൂടിയല്ലേ. തിരുവോണം അടുത്ത ഞായറാഴ്ച സൂപ്പറായിട്ടുണ്ട്. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. ചേച്ചി ഞങ്ങൾ അന്താക്ഷരി കളിച്ചോണ്ടിരിക്കുകയാണ്. കള്ളം മനസ്സിലുണ്ടോ? തോൽക്കണം ഒരാള്. ഞാൻ പറഞ്ഞോട്ടോ. കൊച്ചി രാജാവ് ഞാനല്ലേ പറയാൻ കിട്ടുന്നില്ല. അതേ പറഞ്ഞു. മൂവി ടൈമാണ് കേട്ടോ. സിനിമ ഗർ ആണോ ഗർ ആണോ ഗർ. ഓക്കെ, ഞങ്ങൾ സിനിമ കാണട്ടെ.
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ടി വി കണ്ടിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം അന്താക്ഷരിയൊക്കെ കളിച്ചിരുന്നു. പിന്നെ അതാ ചെറിയ മാമയും അമ്മായും കുട്ടികളൊക്കെ പോവുകയാണ്. ഓരിഞ്ഞ് ഓരോ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. മഞ്ചേരിയാണ് വീട്, അവിടേക്ക് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടുന്ന് വലിയ മാമയും വലിയമ്മായും ഓരും അങ്ങോട്ട് പോകും, ഓരോ വീട്ടിലേക്കും. അത് പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, കരുവാറുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ അമ്മമ്മേൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു പനിയൊക്കെ ആയി. അപ്പോൾ ഓരോ മോൻ വന്നതാണ്, ഓനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൻ വന്നു. അപ്പോൾ ഇനി ബൈക്കിലിരുത്തി കൊണ്ടുപോകാൻ നല്ല വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി പറ്റൂലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വണ്ടിയുണ്ട് വേറെ, അപ്പോൾ അതിൽ കൊണ്ടുപോകാറുണ്ട്. ഇനി അങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇറങ്ങാനായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒക്കെ പോകുക തന്നെയാണ്. പിന്നെ ഇനി ഇവിടെ ആൻറ്റിയും അമ്മയും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. വിളിച്ചവരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി. ഇനി അടുത്തത് അമ്മായിനെയും കൊണ്ടിപ്പോൾ ഹോസ്പിറ്റലിൽ പോകും. പിന്നെ മാമയും വല്യമ്മായും ഓരൊക്കെ ഓരോ വീട്ടിലേക്കും പോകും കേട്ടോ. ഇപ്പൊ പോണില്ല, എന്നെ കൊണ്ടുപോകില്ല. അത്രേ തനിമോളുണ്ടെങ്കിൽ അവിടെ എന്നെ വേണ്ട. ഇളിയ അമ്പാടി അമ്പാടി അപ്പോൾ ചോറ്, പായസം, വേറെന്താണ് അത് മതി. ആ പൊതിയിൽ മതി ഉള്ള അതിൻ്റെ വായിക്കണ ഇറക്കി വെച്ചാൽ മതി. പിന്നെ അമ്മായി ഉണ്ട് അവിടെ കുറച്ച് ചോറും. ഞങ്ങളിനിപ്പോൾ ചെന്നിട്ട് ചോറൊന്നും ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് ചോറും അതുപോലെ അവിയലും ഉപ്പേരിയും ബാക്കി അറിയാൻ പറ്റില്ല, അവർക്ക് തിന്നാളെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നൊക്കെ കുറേ ശരിക്കും ആക്കി തന്നിട്ടോ. ഇനി ചെന്നിട്ട് ചോറുണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പായസം കൊണ്ടുവന്നു. അപ്പോൾ അതാ അമ്മായിനെ കൊണ്ടുപോവുകയാണ് ആശുപത്രിക്ക്. ഇത് അമ്മമ്മേൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ചോറൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്നുണ്ട് വിറയ്ക്കണം. അപ്പോൾ പനി വന്നതാണ്. അത് കഴിഞ്ഞ് കിച്ചുമോളും അമ്പാടിയും കുറേ റീലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അതൊക്കെ ഉണ്ട് എഡിറ്റ് ചെയ്ത് വിടാനും. അപ്പം നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾ തിരുവോണം ഒന്നും ആഘോഷമില്ല എന്ന് പറഞ്ഞ് ഇരുന്നെങ്കിലും എന്തായാലും തിരുവോണം ആഘോഷിച്ചു ഞങ്ങളും. പിന്നെ മക്കൾക്ക് നല്ല ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ രണ്ടാൾക്കും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തത്തയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചുവിനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് ഡ്രസ്സുമായി. ഓണം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ഇതുവരെ നമ്മളെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ. തുടർന്ന് നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിൽ കുറേ ഞാൻ വീഡിയോസ് അങ്ങനെ എടുക്കാത്തതാണ് കേട്ടോ. അവരൊന്നും ഫുഡ് കഴിക്കണത്, അമ്മായിമാരും അമ്മയൊന്നും മുത്തശ്ശിയൊന്നും ഫുഡ് കഴിക്കണമെന്ന് ഞാൻ പിന്നെ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ മുത്തശ്ശിയുടെ കുഴങ്ങി കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ഓരോരുത്തരും പോയി കഴിഞ്ഞപ്പോൾ വീട് ഉറങ്ങിയ പോലെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ തിരുവേള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷ് ആവണം. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.